മിഡിൽ ഈസ്റ്റിൽ വേനൽക്കാലത്ത് താപനില പലപ്പോഴും 50 ഡിഗ്രിയിൽ കൂടാറുണ്ട്. ഇത്തരമൊരു കൊടും ചൂടിൽ ക്രിക്കറ്റ് കളിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ആവശ്യമായ മുൻകരുതലുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക്, ഹീറ്റ് എക്സ്ഹോഷൻ, ഡീഹൈഡ്രേഷൻ, മസിൽ ക്രാമ്പ് തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കളിക്കുന്നതിന് തൊട്ടു മുമ്പ് ധാരാളമായി വെള്ളം കുടിക്കുക. ORS അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് പാനീയങ്ങൾ ധാരാളമായി കുടിക്കുക. ഉപ്പിട്ട നാരങ്ങ വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം ധാരാളമായി ഉപയോഗിക്കുക. കാപ്പി അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്, കടയിൽ കിട്ടുന്ന എനർജി ഡ്രിങ്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ബ്രേക്ക് ടൈമിൽ പഴങ്ങൾ കഴിക്കുക. കളിക്കുന്നതിനിടെ ദാഹം തോന്നിയില്ലെങ്കിലും 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. നേരത്തെ പറഞ്ഞ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ORS ഫ്ലൂയിഡ്സ് കുടിക്കുക. വായു സഞ്ചാരമുള്ള ഡ്രസ്സുകൾ ധരിക്കുക. SPF 50% എബോ ഉള്ള സൺസ്ക്രീം ഉപയോഗിക്കുക. ക്യാപ്പ് ധരിക്കുക. നിശ്ചിത ഇന്റർവെല്ലിൽ ബ്രേക്കുകൾ എടുക്കുക. തലകറക്കം, അമിതമായിട്ടുള്ള ക്ഷീണം, തലവേദന, മസിൽ ക്രാമ്പ്, ഛർദി, കൺഫ്യൂഷൻ, ബോധക്ഷയം ഉണ്ടാകുക, ഇതെല്ലാം ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ഹോഷന്റെ ഗുരുതരമായിട്ടുള്ള സിംറ്റംസ് ആണ്. അങ്ങനെ കണ്ടാൽ തീർച്ചയായും ആ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക.